ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ നാളെ നമ്മൾ അത്ലറ്റിക്കോ മാഡ്രിഡിനെ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ വെച്ച് നേരിടാൻ പോവാണ്. ഈ മാച്ചിൻ്റെ ബിൽഡപ്പ് കഴിഞ്ഞ ഒരാഴ്ച തൊട്ടേ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും പല സോഷ്യൽ മീഡിയയിലും നമ്മൾ കാണാറുണ്ട്. ഹറാം ബോൾ എന്നൊക്കെ പറഞ്ഞ് കുറേ പോസ്റ്റുകൾ നമ്മൾ കാണാറുണ്ട്. നാളത്തെ കളി ഹറാം ബോളാണോ അല്ലയോ എന്നൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയാം. നാളെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊരു ഹറാം ബോൾ ആവാൻ ചാൻസ് ഇല്ല. കാരണം ഞാൻ ആർസണലിൻ്റെ ഒരു സൈഡിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ആർസണലിൻ്റെ സൈഡിൽ നിന്ന് ഇത് ന്യൂകാസലിന് മുമ്പാണ് ഈ ഗെയിം നടന്നിരുന്നതെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ പറഞ്ഞതിനോട് ഞാൻ യോജിച്ചേനെ. പക്ഷേ ന്യൂകാസൽ തൊട്ട് നമ്മൾ കഴിഞ്ഞ കളി ഫുൽഹാമുമായിട്ട് വരേക്കുള്ള കളിയിലെല്ലാം നമ്മൾ ഓപ്പൺ ഗോളിൽ ഓപ്പൺ പ്ലേയിൽ നമ്മൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. നമ്മൾ അത്ര അങ്ങ് ഡിഫെൻസീവ് മൈൻഡഡ് അല്ല. യെസ്, നമ്മൾക്കൊരു ഡിഫെൻസീവ്ലി നമുക്കൊരു സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചർ ആണ് നമ്മുടെ ബേസ്. ആ ബേസിൽ നിന്ന് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്ത് ഓപ്പൺ പ്ലേയിൽ ഗോള് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ കഴിഞ്ഞ കളി തന്നെ നമ്മൾ 16 ഫുൾഹാമുമായിട്ടുള്ള ഗെയിമിൽ 16 ഷോട്ട്സാണ്, അതിൽ 5 എണ്ണം ഓൺ ടാർഗറ്റ്. അത്ര അങ്ങ് നെഗറ്റീവ് ഫുട്ബോളാണ് ആവും എന്നെനിക്ക് തോന്നുന്നില്ല നാളത്തെ ഗെയിം. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുവാണെങ്കിൽ തന്നെ ഇപ്പോൾ അവർ 9 കളി കളിച്ചു. 9 കളിയിൽ നിന്ന് 4 കളി ജയിച്ചു. 4 കളി അവർ ഡ്രോ ആയി, 1 കളി അവർ തോറ്റു. അവർ ഈ സീസൺ ഒരു മിക്സ് ഓഫ് റിസൾട്ട്സ് എന്ന് തന്നെ പറയണം. അവർക്ക് ഡ്രോ ആണ് ഒരു വലിയൊരു തലവേദന ആയത് ഈ സീസണിൽ എന്ന് പറയേണ്ടി വരും. 4 ഡ്രോ ആണ്. അവർ മൊത്തത്തിൽ 9 കളിയിൽ നിന്ന് അവർ 10 ഗോൾ കൺസീഡ് ചെയ്തു. സോ ഡെഫിനറ്റ്ലി ഒരു ഡിഫെൻസീവ്ലി കളിക്കുന്ന ഒരു ടീമിന് 10 ഗോൾ 9 കളിയിൽ നിന്ന് കൺസീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഗ്രേറ്റ് റെക്കോർഡ് എന്ന് പറയേണ്ടി വരും. എന്നാൽ അതത്ര മോശം റെക്കോർഡും അല്ല. ബട്ട് എല്ലാവരും ഇത് പറയുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുവരണം. എന്താണ്, അതും കൂടെ ഒന്ന് വെച്ച് വേണം ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ. സോ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് നാളത്തെ ഗെയിം ഒരിക്കലും ഒരു ഹറാം ബോൾ ആവാൻ ചാൻസ് ഇല്ലെന്ന്. കാരണം ആ ഒരു റെക്കോർഡ് വെച്ചിട്ട് അവർ ഒരു കംപ്ലീറ്റ്ലി ഡിഫെൻസീവ് മൈൻഡഡ് ആയിട്ട് കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ബാലൻസ്ഡ് ഫുട്ബോളാണ് അവർ പ്രിഫർ ചെയ്യാൻ പോകുന്നതാണ് എൻ്റെ ഒരു അപ്രോച്ച്. കുറച്ചും കൂടെ കൂടുതൽ കൗണ്ടർ അറ്റാക്കിങ്ങിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഫുട്ബോളായിരിക്കും അവർ കളിക്കുക എന്നാണ് എൻ്റെ ഫീലിംഗ്. അതേസമയം ആർസണലാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് എഗെയിൻ എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് 20 മിനിറ്റ്സ് വി വിൽ ടേക്ക് ദ ഗെയിം ടു ദം. നമ്മൾ നാളെ കാണാൻ പോകുന്ന ഫസ്റ്റ് 20 മിനിറ്റ്സ് ഇറ്റ് വിൽ ബി വൺ ഓഫ് ദ മോസ്റ്റ് അറ്റാക്കിംഗ് ഫുട്ബോൾ ഫ്രം അവർ സൈഡ് എന്നാണ് എനിക്ക് അങ്ങ് എന്തോ ഒരു ഫണ്ണി ഫീലിംഗ് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ തെറ്റായിരിക്കാം, ചിലപ്പോൾ ശരിയായിരിക്കാം, എനിക്കങ്ങ് ഫീൽ ചെയ്യുന്നു. കാരണം കഴിഞ്ഞ കളി ഇവർ ലിവർപൂളുമായിട്ട് കളിച്ചത് അവരുടെ ഫസ്റ്റ് ഹാഫിലാണ് 2 ഗോൾ ലിവർപൂൾ ഫസ്റ്റ് ഹാഫിൽ അവർ വെരി പൂർ. ആ ഓപ്പണിംഗ് മിനിറ്റ്സിലൊക്കെ വെരി പൂർ. അവിടെയാണ് ലിവർപൂൾ ക്യാപിറ്റലൈസ് ചെയ്തത്. ശരിയാണ്, അവർ ആ ഗെയിമിലേക്ക് തിരിച്ചു വന്നെങ്കിൽ ലിവർപൂൾ ആ കളി ജയിച്ചു. സോ ഡെഫിനറ്റ്ലി ഈ വക സാധനങ്ങളൊക്കെ അർട്ടറ്റ ആ ഒരു സാധനം കാണും മൈൻഡിൽ. സോ അതങ്ങനെ പ്ലാൻ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ്. ഓൾ ഔട്ട് അറ്റാക്ക് അല്ല, ബട്ട് അറ്റാക്കിങ്ങിന് കുറച്ചുകൂടെ മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു കളിയായിരിക്കും ഫസ്റ്റ് ഹാഫിലെ, എസ്പെഷ്യലി ഫസ്റ്റ് 20 മിനിറ്റ്സ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത്ലറ്റിക്കോയുടെ ഭാഗത്തു നിന്ന് നോക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ ഹാവ് പ്ലെയേഴ്സ് ഹൂ ക്യാൻ ഹേർട്ട് us. ആൽവറസ്, ഗ്രീസ്മാൻ, ഒബ്ലാക്ക്, പിന്നെ ഗാലഗർ, ഈ പറയുന്ന പ്ലെയേഴ്സൊക്കെ ടോപ്പ് ക്വാളിറ്റി പ്ലെയേഴ്സാണ്, എസ്പെഷ്യലി ആൽവറസ്. സോ ദേ ഹാവ് ക്വാളിറ്റി. ആൻഡ് അവരുടെ ഭാഗത്തുള്ള സിമിയോണി എന്ന് പറയുന്നത് ഗ്രേറ്റ് മാനേജർ. എന്തൊക്കെ പറഞ്ഞാലും ഹീസ് എ ലെജൻഡ് ഫോർ ദം. എന്തൊക്കെ നെഗറ്റീവ് ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞാലും ശരി, ഹീസ് എ ലെജൻഡ് ഫോർ ദം. അവർ ട്രോഫീസ് അടിച്ചിട്ടുണ്ട് അണ്ടർ സിമിയോണി. സോ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി എ ഇൻട്രസ്റ്റിംഗ് ഗെയിം. നമുക്ക് നേരെ ലൈനപ്പിലേക്ക് കടക്കാം. എൻ്റെ ഒരു പ്രഡിക്ഷൻ പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഈ ഗെയിമിൽ അധികം റൊട്ടേഷൻസ് വരാൻ സാധ്യത ഇല്ല എന്നാണ്. കാരണം ഓഫ് കോഴ്സ് ഈ ഗെയിമിൽ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. ബാക്ക് ഓഫ് കോഴ്സ് റായ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ടിംബർ റൈറ്റ് ബാക്ക് സ്റ്റാർട്ട് ചെയ്യും. സലീബ ഗാബ്രിയൽ കോമ്പിനേഷൻ എന്തായാലും കാണും സെൻറ്റർ ബാക്കിൽ. ലെഫ്റ്റിൽ MLS വരാൻ യാതൊരു സാധ്യതയില്ല. ഹിൻകപ്പിയനെ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയില്ല. ബൈ ദ വേ, പ്രസ് കോൺഫറൻസിൽ ഹിൻകപ്പിയ ഈസ് ഫിറ്റ്, ഹീസ് റെഡി ടു ഗോ എന്നാണ് അർട്ടറ്റ ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്നത്. സോ എന്നാലും നാളത്തെ ഗെയിമിൽ ഹിൻകപ്പിയനെ ഇറക്കിയൊരു അവിടെ ഒരു റിസ്ക് എടുക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഹിൻകപ്പിയ ഒരു മാച്ച് പോലും നമ്മുടെ ഇതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആൻഡ് നാളത്തെ മാച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ഒരിക്കലും ഹിൻകപ്പിയനെ ഇറക്കി സ്റ്റാർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നെങ്കിൽ ഫുൾഹാം ഗെയിമിൽ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു, അത് നടന്നില്ല. സോ ഐ ഡോണ്ട് തിങ്ക് നാളെ ഹിൻകപ്പിയനെ ഇറക്കിയൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമെന്ന്.
അതുകൊണ്ട് കാലഫിയോറിനെ തന്നെ നമുക്ക് നാളെ കാണാൻ പറ്റും. റൈസ് ഇൻ ദ മിഡിൽ. സുബമെൻഡി ഒരുപാട് കളി കളിച്ചു, അതുപോലെ സ്പെയിനിന് വേണ്ടിയായാലും ശരി, ഫുൾഹാമിന് ഫുൾ കളിച്ചു. സോ മേ ബി സുബമെൻഡിക്ക് ഇല്ലെങ്കിൽ റൈസിന് ആർക്കെങ്കിലും ഒരാൾക്കൊരു ചിലപ്പോൾ റെസ്റ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ക്വാഡ് നമുക്കുണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ ആരെങ്കിലും ഒരാൾക്ക് റെസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് മെറീനോനെ വേണേൽ കൊണ്ടുവരാം. ഈതർ മെറീനോ ഓർ നോർഗാർഡും ഉണ്ട്. പക്ഷേ എനിക്കങ്ങ് ഫീൽ ചെയ്യുന്നു രണ്ടുപേരെയും അങ്ങ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് തന്നെയാണ്. ഈ പറയുന്ന റൈസിനെ സ്റ്റാർട്ട് ചെയ്യും, സുബമെൻഡിനെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഓൺ ദ റൈറ്റ് എസേനെ സെൻട്രൽ റോളിൽ കളിപ്പിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലെഫ്റ്റിൽ എനിക്ക് തോന്നുന്നു ട്രൊസാഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി, അതുകൊണ്ട് ട്രൊസാഡ് കളിയിൽ കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മാർട്ടിനെല്ലി ആയിരിക്കും കുറച്ചുകൂടെ ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നത്. കാരണം ബ്രേക്കിംഗ് ദ ലൈനിന് പറ്റിയൊരു പ്ലെയർ തന്നെയാണ് മാർട്ടിനെല്ലി. പക്ഷേ എന്നാലും ട്രൊസാഡ് പെർഫോമൻസ് ഗോളൊക്കെ അടിച്ച് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് ട്രൊസാഡിനെ സ്റ്റാർട്ട് ചെയ്യാനാണ് കൂടുതൽ സാധ്യത. സോ ട്രൊസാഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. സെൻട്രൽ ഓഫ് കോഴ്സ് ഗ്യോക്കറേസിനെ ഒരുപാട് പേര് മീഡിയ സ്ലാം ചെയ്യുന്നുണ്ട്, ഗോൾ അടിക്കുന്നില്ല അങ്ങനെയാണെന്ന്. പക്ഷേ എനിക്കതിലൊന്നും യാതൊരു വിഷമമില്ല. കാരണം ഈ ഷോയിങ് ക്വാളിറ്റി, നല്ല ഫിസിക്കൽ ബാറ്റിലെല്ലാം വിൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കളി ടോട്ടൽ 3 ഷോട്ട് എടുത്തു, 2 ഓൺ ടാർഗറ്റ്. അതുകൊണ്ട് ഞാൻ ആ പുള്ളിയുടെ വർക്ക് റേറ്റിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഹീ ബ്രിങ്സ് ഡിഫറെൻറ്റ് എലമെൻറ്റ് ടു ദ ഗെയിം എന്ന് തന്നെ പറയണം. പുള്ളി ഉള്ളത് കൊണ്ട് ബാക്കിയുള്ള പ്ലെയേഴ്സിന് കുറച്ച് സ്പേസ് കിട്ടുന്നുണ്ട്. പുള്ളിയെ ഇപ്പം റാപ്പപ്പ് ചെയ്യാനാണ് മിക്ക ഡിഫൻഡേഴ്സും ബിസി ആയിട്ട് ഇരിക്കുന്നത്. സോ സാക്കയ്ക്ക് സ്പേസ് കിട്ടുന്നു, ട്രൊസാഡിന് സ്പേസ് കിട്ടുന്നു, എസേക്ക് സ്പേസ് കിട്ടുന്നു. ഇങ്ങനെ കുറേ അഡ്വാൻറ്റേജസും നമുക്ക് ഗ്യോക്കറേസിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് സാക്ക. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ലൈനപ്പ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇറ്റ് വിൽ ബി എ സ്ട്രോങ് ലൈനപ്പ് ഫ്രം അർട്ടറ്റ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് എൻ്റെ ഒരു പ്രഡിക്ഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ വെരി ടൈറ്റ് ഗെയിം. നമ്മൾ ഈ ഗെയിം ക്ലീൻ ഷീറ്റ് വെക്കുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ ആഗ്രഹം ക്ലീൻ ഷീറ്റ് വെക്കണം എന്ന് തന്നെയാണ്. ബട്ട് ഈ ഗെയിം ക്ലീൻ ഷീറ്റ് വെക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇറ്റ് വിൽ ബി എ വെരി ടൈറ്റ് ഗെയിം. ഒരു 2-1 വിന്നാണ് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത്. ആരൊക്കെ ഗോൾ സാക്കയ്ക്ക് സാക്ക ഫുൾഹാം ഗെയിമിൽ നല്ല കിട്ടില്ല ഫോമിലായിരുന്നു. സാക്ക ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ഒരു ഓപ്പൺ ഗോൾ അടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ സെറ്റ് പീസിൽ ഡോമിനൻ്റ് ആണല്ലോ. ആ ഒരു വെപ്പണും നമുക്ക് യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അവിടെ നിന്ന് നമ്മൾ ചിലപ്പം ഒരു ഗോൾ അടിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ ആഗ്രഹം 2 ഗോളും ഓപ്പൺ പ്ലേയിൽ നിന്ന് വരണേ എന്നാണ്. കാരണം നമ്മൾ ഓപ്പൺ പ്ലേയിൽ നിന്ന് ഗോൾ അടിച്ച് നമുക്ക് നമ്മുടെ ആ പ്ലെയേഴ്സിനെല്ലാം ഒരു കോൺഫിഡൻസ് വരാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നത് ബേസിക്കലി. ഓക്കെ, അപ്പം നാളത്തെ ഗെയിം ഞാൻ എന്തായാലും ലൈവ് പോകുന്നതായിരിക്കും. ആർക്കൊക്കെ പറ്റുമോ പ്ലീസ് ജോയിൻ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്.